വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നടന്ന പാലക്കാട് ആലപ്പുഴ LDCയുടെ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോഡ് സി ആണ് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സൻ യാറ്റ് സെന്നിൻ്റെ തത്വങ്ങൾ ഏവ? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3. മനുഷ്യന് ചില മൗലിക അവകാശങ്ങൾ ഉണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ ജോൺ ലോക്ക്. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? ഓപ്ഷൻ എ നാങ്കിങ് ഉടമ്പടി. വന്ദേ മാതരം ഏതു വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ഉറുദു പത്രം. താഴെ പറയുന്നവയിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത്? ഓപ്ഷൻ ബി ടി സുനന്ദമ്മ. UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ ഡി 193. റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി ഹൈദരാബാദ്. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ്? ഓപ്ഷൻ ഡി ആർദ്രത. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ്? ഓപ്ഷൻ ഡി 66.5 ഡിഗ്രി. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്? ഓപ്ഷൻ എ ആണ് സൂര്യനും ഭൂമിയും അടുത്തടുത്തായി. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ആണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ആണ് കാക്കിനഡ ടു പുതുച്ചേരി. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത്? ഓപ്ഷൻ എ ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി ആണ് മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത്? ഓപ്ഷൻ എ ആണ് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? ഓപ്ഷൻ സി 3-ാം പഞ്ചവത്സര പദ്ധതി. ഉദാരവൽക്കരണ നയത്തിന്റെ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ? ഓപ്ഷൻ ബി ആണ് വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. NSSO നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻ സി ആണ് ദേശീയ കുടുംബാരോഗ്യ സർവേ. ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തായി മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? ഓപ്ഷൻ എ ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓപ്ഷൻ ഡിയും ഉത്തരമായിട്ട് വരാം. കാരണം ഈ അടുത്ത് വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് വെച്ചിട്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ജനനി ജന്മരക്ഷാ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കല്ലൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? ഓപ്ഷൻ ബി ആണ് കണ്ടൽക്കാടുകളുടെ സംരക്ഷണം. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ സി ആണ് 1-ഉം 3-ഉം. ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരമില്ല കേട്ടോ. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത്? ഓപ്ഷൻ ബി ആണ് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? ഓപ്ഷൻ എ ആണ് കുടുംബശ്രീ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് 2-ഉം 3-ഉം 4-ഉം മാത്രം. മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? ഓപ്ഷൻ ബി ആണ് സഹമന്ത്രി. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1-ഉം 2-ഉം 4-ഉം മാത്രം. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ ബി ആണ് കാര്യനിർവഹണ വിഭാഗം. ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ആ രാജ്യത്തിന്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്രമേഖലയാണ് ഉൾപ്പെടാത്തത്.
ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ഓപ്ഷൻ ബി ആണ് ജനാധിപത്യം. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ശ്രീ പിണറായി വിജയൻ. 33ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നമ്മുടെ ഓപ്ഷൻ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നിശബ്ദവസന്തം. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് മോണോസൈറ്റ്, ന്യൂട്രോഫിൽ. പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ആണ്? ഓപ്ഷൻ ബി ആണ് അറ്റ്പാടി. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? ഓപ്ഷൻ സി ആണ് ഹൈദരാബാദ്. മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീര തുലനനില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്? ഓപ്ഷൻ ബി ആണ് പാർക്കിൻസൺസ്. താഴെ പറയുന്നവയിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി സോറിയാസിസ്. സ്ഥൂലധാതുക്കൾ ഏതൊക്കെ? ഓപ്ഷൻ എ ആണ് കാൽഷ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെയും വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സ്നേഹപൂർവം. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം എന്ത്? ഓപ്ഷൻ സി പാസ്കൽസ് നിയമം. ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ വിക്രം. 45ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇല്ല. ചോദ്യത്തിലേക്ക് പോകാം. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. ശാസ്ത്രജ്ഞരും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. അതിലേറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ്. താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഉത്തരം, ഓപ്ഷൻ ഡി. ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വാ റീജിയ ലഭിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. ഇത് തിരുവനന്തപുരം LDCയുടെ സെയിം ക്വസ്റ്റ്യൻ ആണല്ലേ. ആധുനിക ആവർത്തന പട്ടികയിലെ ആറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ എ ആണ് ഓർഗാനസൺ. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത്? ഓപ്ഷൻ സി ആണ് ക്രോമിയം. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ? ഓപ്ഷൻ സി ആണ് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അൺടിൽ ഓഗസ്റ്റ്. രചയിതാക്കളെയും രചനകളെയും ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് രാമപുരത്ത് വാര്യർ, കുചേലവൃത്തം, കുഞ്ചൻ നമ്പ്യാർ, ഘോഷയാത്ര, സുഭാഷ് ചന്ദ്രൻ, പറുദീസ നഷ്ടം, അതുപോലെ കാളിദാസൻ്റെത് ഋതുസംഹാരം. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം? ഓപ്ഷൻ ബി ആണ് 87.58 മീറ്റർ. ഋഷ്യശൃംഗനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത്? ഓപ്ഷൻ സി ആണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. താഴെ നൽകിയിരിക്കുന്നതിൽ SK പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത്? ഓപ്ഷൻ എ ആണ് വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ. ഇതെല്ലാം SK പൊറ്റക്കാടിൻ്റെ എഴുത്തുകളാണ് കേട്ടോ. കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവിയാര്? ഓപ്ഷൻ എ ആണ് അയ്യപ്പ പണിക്കർ. ഒരു വയർലെസ് റൂട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? ഓപ്ഷൻ എ ആണ് ഉത്തരം, വയർലെസ് റിപ്പീറ്റർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏത്? ഓപ്ഷൻ ബി ഗൂഗിൾ ക്രോം. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ സങ്കീർണമായ കണക്ക് കൂട്ടലുകൾ നടത്തുന്നതിനുള്ള എളുപ്പമാർഗം ഏത്? ഓപ്ഷൻ ബി ഫങ്ഷൻസ്. ഒരു നെറ്റ്വർക്ക് ഹബിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി ആണ്, ഒന്ന് മാത്രം. പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബി ആണ് മൗസ്.
നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷണറിന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ ഏതാണ്? ഓപ്ഷൻ ബി ആണ് 25,000 രൂപ. പ്രകാരമാണ് NHRC സ്ഥാപിച്ചത്? ഓപ്ഷൻ എ ആണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത്? ഓപ്ഷൻ ബി ആണ് രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. DV നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് വിഭാഗം 3. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും. പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് വിഭാഗം 14. വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണ്? ഓപ്ഷൻ എ ആണ് 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് വരെ. ഏതാണോ ആദ്യം അത്. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. 71ൻ്റെ ആൻസർ സി ആണ് 10. 72ൻ്റെ ആൻസർ ബി ആണ് VFRU. 73ൻ്റെ ആൻസർ ഡി ആണ് 500 മീറ്റർ തെക്ക്. 74ൻ്റെ ആൻസർ എ ആണ് 6 മണിക്കൂർ 50 മിനിറ്റ്. 75ൻ്റെ ആൻസർ ഡി ആണ് 2/1. 76ൻ്റെ ആൻസർ ബി ആണ് 4 ലിറ്റർ. 77ൻ്റെ ആൻസർ സി ആണ് 12. 78ൻ്റെ ആൻസർ സി ആണ് 80 km/മണിക്കൂർ. 79ൻ്റെ ആൻസർ സി ആണ് 4. 80ൻ്റെ ആൻസർ എ ആണ് 16. 81ൻ്റെ ആൻസർ സി ആണ്. 82ൻ്റെ ആൻസർ എ ആണ് സിമിലാരിറ്റി. 83ൻ്റെ ആൻസർ എ ആണ് നിക്ടോഫോബിയ. 84ൻ്റെ ആൻസർ ബി ആണ് കാലിഗ്രഫി. 85ൻ്റെ ആൻസർ എ ആണ് വാസ്. 86ൻ്റെ ആൻസർ ബി ആണ് ഓൺ. 87ൻ്റെ ആൻസർ സി ആണ് ഡിഡിൻ ഹി. 88 ഉത്തരം ഡി ആണ് വുഡ് കംപ്ലീറ്റ്. 89ൻ്റെ ആൻസർ ഡി ആണ് വെരി ഈസി ടാസ്ക്. 90ൻ്റെ ആൻസർ ഡി ആണ് ട്രൂപ്പ്. 91ൻ്റെ ആൻസർ ഡി ആണ് ആതിരാഞ്ജലി. 92 സി അർവാചീനം. 93 ഡി മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. 94ൻ്റെ ആൻസർ സി ആണ് കടപ്പുറം. 95ൻ്റെ ആൻസർ ബി ആണ് 1ഉം 2ഉം ശരിയാണ്. 96ൻ്റെ ആൻസർ ബി ആണ് വൈദ്യർ. 97ൻ്റെ ഉത്തരം ബി ആണ് ജാഗരം. 98ൻ്റെ ഉത്തരം എ ആണ് തിരു പ്ലസ് അടി. തിരു പ്ലസ് അടിയാണ് തിരുവടി. 95ൻ്റെ ആൻസർ ഡി ആണ് നിധനം. 100ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ് പാദമാകുന്ന പങ്കജം. താങ്ക് യു.